മുണ്ടമേലിയിൽ ലൈഫ് മിഷൻ ഫ്ളാറ്റുകളിലേക്ക് പുനരധിവസിപ്പിച്ച P&D കോളനി നിവാസികളുടെ ദുരിതത്തിന് അറുതിയില്ല. ഇടത് സർക്കാരിന്റെ അഭിമാന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ഫ്ളാറ്റുകൾ അത്രയും ചോർന്നൊലിക്കുകയാണ്. മറ്റു ഫ്ളാറ്റുകളിലെ ശുചിമുറി മാലിന്യമടക്കം അടുത്തുള്ള ഫ്ളാറ്റുകളിലേക്ക് ഒലിച്ചിറങ്ങുകയാണ്. മറ്റൊരു മഴക്കാലം എത്താറായി. അഴിമതിയുടെ ആൾ രൂപമായി അവിടെ നിൽക്കുകയാണ് മുണ്ടമേലിയിലെ ലൈഫ് മിഷൻ ഫ്ളാറ്റ്. അഴിമതി തന്നെയാണ്. അഴിമതി എന്ന് വെച്ചാൽ വൻ അഴിമതി. ലൈഫ് മിഷന്റെ മറവിൽ ഇവർ 500-ഓളം കുടുംബങ്ങളാണ് ഞങ്ങളെ പറ്റിച്ചിരിക്കുകയാണ് ചെയ്തേക്കണം. ലൈഫ് മിഷൻ തന്നെ അഴിമതിയാണെന്നേ ഞാൻ പറയുള്ളൂ. താമസമാക്കി 14-ാം ദിവസം കുട്ടിയാഘോഷിച്ച ലൈഫ് മിഷൻ പദ്ധതിയുടെ പൊള്ളത്തരങ്ങൾ ഇവർക്ക് ബോധ്യപ്പെട്ടു. 2 വർഷത്തിനപ്പുറം ഫ്ളാറ്റിൽ നരകതുല്യമായ ജീവിതം നയിക്കുകയാണ് 78 കുടുംബങ്ങൾ. 16 കോടിയോളം മുടക്കി നിർമ്മിച്ച കെട്ടിടത്തിന്റെ നിലവിലെ സ്ഥിതി ആരെയും ഭയപ്പെടുത്തുന്നതാണ്. ആകപ്പാടെ പ്രശ്നമാണ്. കാലിൽ അർത്ഥടിക്കുന്നു, കൈയൊക്കെ ഇങ്ങനെ മരവിക്കുന്നു, പനി വന്നു, പനി കൂടിപ്പോയി. ഈ ഇവിടുത്തെ വെള്ളം കുടിച്ചിട്ട് പനിയൊക്കെ കൂടിപ്പോകുന്നത്. അടുക്കളയിൽ ഭക്ഷണം വെക്കുമ്പോൾ പാത്രത്തിലേക്ക് ഊറിയിറങ്ങുന്നത് മുകൾ നിലയിലെ ശുചിമുറിയിൽ നിന്നുള്ള വെള്ളം. പ്രോപ്പറായിട്ട് ലോ ക്വാളിറ്റി ഐറ്റംസ് ആണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. പോലും അതും ചെയ്തേക്കുന്നത് ആർക്കോ എന്തിനോ ആരോ ബോധ്യപ്പെടുത്താൻ മാത്രമായിട്ട് ചെയ്തു വെച്ചൊരു സംഭവം. ശരിക്കും പറഞ്ഞാൽ എപ്പോഴാണ് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാന്ന് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. ഞങ്ങൾ എന്ത് ചെയ്യും? എന്തിനാ ഇത് തരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക്? എപ്പോഴാണ് ഇടിഞ്ഞു വീണതെന്ന് പോലും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ. എന്ന് വെച്ചാൽ തുരുമ്പും എല്ലാം ഇളകുന്നുണ്ട്. പിന്നെ വെള്ളം ഇങ്ങനെ ചാടുമ്പോൾ നമുക്ക് പേടിയാണ്. എന്താണ്, എങ്ങനെയാണ്, ഏതാണെന്നുള്ള അറിയാൻ പാടില്ല. കനാൽ പുറമ്പോക്കിൽ മുട്ടറ്റം വെള്ളത്തിൽ കഴിഞ്ഞ പഴയ കാലം തന്നെയായിരുന്നു മെച്ചമെന്ന് തിരിച്ചറിയുന്ന ഇവർ അന്ന് വീരസ്യം പറഞ്ഞവരാരും പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞങ്ങൾ 2 വർഷം കഴിഞ്ഞ് ഇവിടെ താമസിക്കാൻ തുടങ്ങി. താമസിച്ച് 2-ാം ദിവസം തന്നെ ഞങ്ങൾ മൊത്തം പൊട്ടിയൊഴിക്കുന്ന അവസ്ഥയിലാണ്. ബാത്റൂം ലീക്കേജ് ഞങ്ങൾ അതേ ഭക്ഷണം തന്നെ വെച്ച് കഴിക്കേണ്ട അവസ്ഥയിലാണ്. നിരന്തരമായിട്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ ഇവിടെ വന്നിട്ട് അഭിമുഖീകരിക്കുന്നുണ്ട്. ഞങ്ങൾക്കത് ഒരു വശത്ത് ഇപ്പം മഴ തുടങ്ങിയിട്ടുണ്ട്. മഴ തുടങ്ങിയിട്ട് ചാറ്റൽ മഴ പോലും അടിക്കാൻ പറ്റില്ല. അതേപോലെ വെള്ളം വീട്ടിലോട്ട് വീഴുന്നുണ്ട്. മൊത്തത്തിൽ ചോർച്ച. ഈ ഭാഗത്തൊന്നും ഞങ്ങൾക്ക് ഇരിക്കാണ്ട് യാതൊരു നിർവാഹവുമില്ല. ഞങ്ങൾ പിന്നെയും പണ്ടത്തെ പോലെ തന്നെ ക്യാമ്പിലോട്ട് പോകേണ്ടി വരും. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ കിടക്കാൻ പറ്റുന്നില്ല. രാത്രി ഞങ്ങൾ ഉറങ്ങിയിട്ട് എത്ര ദിവസങ്ങളായെന്ന് അറിയാമോ? 340 ചതുരശ്ര അടിയിൽ 2 മുറിയും ഒരടുക്കളയുമാണ് ഒരു കുടുംബത്തിനായി ലൈഫ് മിഷനിലൂടെ ഒരുക്കിയത്. ചീട്ട് കൊട്ടാരം പോലെ പണിതുയർത്തിയ കെട്ടിടത്തിന്റെ മറിൽ ആരുടെയൊക്കെ കീശ നിറഞ്ഞുവെന്ന് ഇനി പുറത്തു വരണം. ഒരു ജനതയെ ഒറ്റുകൊടുത്താണ് അവരുടെ ആ സമ്പാദ്യം. തിരഞ്ഞെടുപ്പ് കാലഘട്ടത്ത് കഴിഞ്ഞ സർക്കാരിന്റെ പ്രധാന ആയുധമായിരുന്ന ലൈഫ് മിഷന്റെ നേർക്കാഴ്ചയാണ് നമ്മൾ ഈ കണ്ടത്. ഒരു ദിവസം പോലും ഈ പാവങ്ങൾക്ക് മനസമാധാനത്തോടെ ഇവിടെ കിടന്നുറങ്ങാൻ സാധിക്കുന്നില്ല. ക്യാമറമാൻ സുജിത്തിനൊപ്പം ശ്രീലക്ഷ്മി ബാലകൃഷ്ണൻ, ബിഗ് TV, കൊച്ചി.